എല്ലാവർക്കും ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുടെ ബേസിക് ടേമുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ എന്തേ പറഞ്ഞുള്ളൂ? ഡെഫിനിഷൻസ് പറഞ്ഞു. കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ, മാറ്ററിന്റെ ഡെഫിനിഷൻ, ചേഞ്ചസ് രണ്ട് രീതിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം ഏകദേശം തീർന്നു. ടക്കെന്ന് പറഞ്ഞ് തീർന്നു. നിങ്ങളൊരൊറ്റ കാര്യം നോക്കണ്ടു, പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടാതെ ഒന്ന് കേൾക്കണം. എപ്പോഴൊരു സ്മാർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് 4 ലെറ്റേഴ്സ് ആണ് യൂഷ്വലി പറയാറുള്ളത്. അത് പറയാറുള്ളത് UCRA എന്നാണ് പറയാറുള്ളത്. സ്മാർട്ട് വർക്കിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരം U ആണ്. അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കേട്ടത് മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു ത്വര നമുക്ക് എപ്പോഴും വേണം. മനസ്സിലായോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങൾക്ക് കേട്ട സാധനം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമുക്ക് മനസ്സിലായ ഒരു കാര്യം മാത്രമേ വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ വേറൊരാൾ നിങ്ങൾ തന്നെ ആയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള C എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതിനെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. കിട്ടിയ വിവരം നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെക്കണം, ഏത് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് കസ്റ്റമൈസേഷൻ. R സ്റ്റാൻഡ്സ് ഫോർ റീറ്റെയിനിങ്. ഈ പഠിച്ച് കസ്റ്റമൈസ് ചെയ്ത് വെച്ച സാധനം മനസ്സിൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കണം, ഓർത്തു വെക്കണം എന്നുള്ളതാണ് റീറ്റെയിനിങ്. അതും നമ്മൾ പിന്നെ പറയും. A എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷനാണ്. അതെങ്ങനെ പരീക്ഷ പേപ്പറിലേക്ക് എഴുതണം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ ആകെ പറഞ്ഞത് ഇന്ന് ഇതിനെപ്പറ്റി മാത്രമാണ്. അണ്ടർസ്റ്റാൻഡിങ്. കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. ഏറ്റവും ഇഫക്റ്റീവായി പഠിക്കുന്ന കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ ശരിക്കും ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. മറ്റേത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് എന്തോ ആലോചിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ സാറ് പറഞ്ഞു പോയിട്ടുണ്ടാവും. പോയത് പോയി, വീട്ടിൽ പോയി ടെക്സ്റ്റ് വായിച്ചു, മനസ്സിലാവുന്നില്ല, അതവിടെ ഇടും. ആ പാഠം വിഷമാവും. അങ്ങനെ 1-2 പാഠങ്ങൾ വിഷമാവുമ്പോൾ ഒരു വിഷയം തന്നെ വിഷമാവും. ഇതാണ് സാധാരണ നടക്കാറുള്ളത്. മറിച്ച് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേട്ട സാധനം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടോക്കാം. അങ്ങനെ നിങ്ങൾ ഈ ഓൺലൈൻ പഠനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നമ്മൾ വിജയം കുറിക്കേണ്ടവരാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സ്വകാര്യം പറഞ്ഞുതരാം. ആരും പറയരുത്. നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവുന്നവരല്ല, മറിച്ച് പുതിയൊരു ചരിത്രം രചിക്കാൻ പോകുന്നവരാണ്. ആ ചരിത്രത്തിൽ നിങ്ങളുടെ പേര് എല്ലാ കാലവും നിലകൊള്ളും. കാരണം ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിനെ തരണം ചെയ്ത് വിജയം വരിക്കാൻ പോകുന്ന കുട്ടികളാണ്, വിജയം വരിക്കാൻ പോകുന്നവളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ചരിത്രം കുറിക്കാൻ പോകുന്നവരാണ്. ആ ഒരു സീരിയസ്നെസ്സിൽ, ആ ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ കേൾക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ മനസ്സിലായോ എന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് പോവാ. അപ്പൊ നമുക്ക് പഠിത്തമൊക്കെ അല്ല, അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. നമുക്ക് വീണ്ടും നമ്മുടെ കെമിസ്ട്രിയിലേക്ക് തന്നെ പോവാം. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട വാക്ക് മാറ്ററിനെ പറ്റിയാണ്. ദ്രവ്യം, മാറ്റർ. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മാറ്ററിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? മാറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? അല്ലെങ്കിൽ മാറ്ററിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്താണ്? അടിസ്ഥാന കണം എന്താണ്? നിങ്ങളുടെ മനസ്സിലേക്ക് 2 ഉത്തരങ്ങളാണ് വരിക. ചിലര് ആറ്റങ്ങൾ, ആറ്റംസ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. ചിലര് മോളിക്യൂൾസിന്റെ മലയാളം തന്മാത്രകൾ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതാ അതിൽ ശരിയായ ഉത്തരം? ഒരു മാറ്ററിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ആറ്റമാണോ തന്മാത്രയാണോ? ഞാനിപ്പോ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ആറ്റത്തിനെയാണോ ഓക്സിജൻ തന്മാത്രയാണോ എന്നുള്ളതാണ് നമുക്കിവിടെ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ. മിക്കവരും എൻ്റെ അടുത്ത് പറയും മാറ്ററിന്റെ അടിസ്ഥാന കണം സാറേ ആറ്റങ്ങളാണ്. മക്കളെ, തെറ്റിപ്പോയി. ആറ്റങ്ങളല്ല മാറ്ററിന്റെ അടിസ്ഥാന കണം. ഒരു മാറ്ററിന്റെ അടിസ്ഥാന കണം മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ തന്മാത്രകളാണ്. നമ്മുടെ പ്രപഞ്ചത്തില് കോടാനുകോടി വ്യത്യസ്ത തരം ദ്രവ്യങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് നമ്മുടെ പ്രപഞ്ചത്തിൽ കോടാനുകോടി വ്യത്യസ്ത തരം മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു മാറ്റർ, അതിലടങ്ങിയിരിക്കുന്ന
ആറ്റങ്ങളുടെ സ്വഭാവമല്ല കാണിക്കുക, മറിച്ച് ഒരു മാറ്റർ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ സ്വഭാവമാണ് കാണിക്കുക. അപ്പൊ മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസിനെ പറ്റിയാണ്. നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തേക്കാം. ഞാൻ വാട്ടർ എടുക്കുകയാണ്, H2O. ഇതാണ് വാട്ടർ മോളിക്യൂൾ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ ആറ്റങ്ങളുടെ സ്വഭാവമാണുള്ളതെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, കത്തിപ്പിടിക്കുന്ന ഗ്യാസ് ആണ്. ഇയാൾ ആരാ? ഓക്സിജൻ, കത്താൻ സഹായിക്കുന്ന ആള്. അപ്പൊ വാട്ടറിൽ ആരൊക്കെയാ ഉള്ളത്? കത്തുന്ന ഹൈഡ്രജനും ഉണ്ട്, കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ഉണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ എളുപ്പമാണ്. നിങ്ങൾ ഒരു ചായപാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കത്തുന്ന ആളുണ്ട്, കത്താൻ സഹായിക്കുന്ന ആളുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളിയെടുത്ത് ചായപാത്രത്തിൽ ഇട്ടാൽ ഭും എന്ന് പറഞ്ഞ് കത്തണം. നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വെള്ളം ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. തീയെ കെടുത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ടർ. അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ നമുക്ക് പ്രശ്നമല്ല. കാരണം വെള്ളത്തിന് H2O മോളിക്യൂൾസിന്റെ സ്വഭാവമാണ്, ആറ്റങ്ങളുടെ സ്വഭാവമല്ല. ഇനി ഈ മോളിക്യൂൾ മാറ്റിന്നിരിക്കട്ടെ, ഇതേ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന അടുത്ത മോളിക്യൂൾ നോക്കി, H2O2. ഒരാറ്റമേ മാറിയിട്ടുള്ളൂ. ഓക്സിജന്റെ ആറ്റംസ് ഒക്കെ സെയിം തന്നെയാണ്. ഇത് കുടിച്ചാൽ ദാഹം മാറും, ഇത് കുടിച്ചാൽ പെർമനന്റ് ആയിട്ട് ദാഹം മാറും. ഇത് കുടിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കുടിച്ചാൽ നമ്മൾ തട്ടിപ്പോവും. അപ്പൊ ഒരേ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ തന്മാത്രകളാണെങ്കിൽ പോലും സ്വഭാവങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോ ഒരു പ്രത്യേകതരം പ്രോപ്പർട്ടി മാറ്ററിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മോളിക്യൂൾസിന്റെ പ്രത്യേകതരം പ്രോപ്പർട്ടിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു മാറ്ററിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മാറ്ററിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് അതിലെ മോളിക്യൂളുകളെ പറ്റിയാണ്, ആറ്റങ്ങളെ പറ്റിയല്ല. ആറ്റങ്ങള് ഒരു ഭാഷയിലെ അക്ഷരങ്ങൾ പോലെയാണ്. അതിന് സ്വന്തമായി അർത്ഥങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഇതുവരെ 118 വ്യത്യസ്ത തരം ആറ്റങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 118 വ്യത്യസ്ത തരം എലമെന്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ മോളിക്യൂളോ വാക്കുകളെ പോലെയാണ്. ഈ ആറ്റങ്ങൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ കൂടി ചേർന്ന് ഒരർത്ഥമുള്ള വാക്കുണ്ടാവും. ഇപ്പൊ എൻ്റെ കയ്യിൽ കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്. ജി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട്, ഒ ഉണ്ട്, ഡി ഉണ്ട്, ജെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അക്ഷരങ്ങളുണ്ട്, ഐ ഉണ്ട്. ഈ ഓരോ അക്ഷരങ്ങൾക്കും സ്വന്തമായിട്ട് യാതൊരു അർത്ഥമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിനെ കൂട്ടിച്ചേർത്ത് ഒരു വാക്കാക്കുമ്പോൾ there will be a defined meaning. See, if I am taking these 3 letters, it can be read as God. അപ്പോൾ ആ ഗോഡ് എന്ന് പറയുന്ന വാക്കിന് സ്വന്തമായ ഒരു അർത്ഥമുണ്ട്. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് പോലും പ്രശ്നമാണ്. ഒരാൾ തിരിച്ച് ഇങ്ങോട്ടോ വായിച്ചു നോക്കിയേ, അപ്പൊ അതിന്റെ അർത്ഥം മാറി, ഡോഗായി. അതേപോലെ ആറ്റങ്ങൾക്ക് സ്വന്തമായ അർത്ഥമില്ല. ആ ആറ്റങ്ങൾ പ്രത്യേക തരത്തിൽ കൂടിച്ചേർന്നുണ്ടാവുന്ന തന്മാത്രകൾക്കാണ് പ്രത്യേകമായ പ്രോപ്പർട്ടീസുകൾ ഉള്ളത്. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഒരു മാറ്ററിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മാറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിനെ മാത്രമാണ് റെഫർ ചെയ്യുന്നത്? മോളിക്യൂൾസിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇഫ് ഐ എം റെഫറിങ് ഓക്സിജൻ, ഞാൻ റെഫർ ചെയ്യുന്നത് ഓക്സിജൻ മോളിക്യൂളിനെയാണ്, അല്ലാതെ എന്തിനെ അല്ല? ഓക്സിജൻ ആറ്റങ്ങളെ അല്ല. ഓക്സിജൻ ആറ്റങ്ങളെ ആണെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങൾ ഞാൻ പ്രത്യേകം പറയണം. ഇഫ് ഐ എം റെഫറിങ് ഹൈഡ്രജൻ, ഞാൻ ഹൈഡ്രജൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ റെഫർ ചെയ്യുന്നത് ആരെയാണ്? H2 മോളിക്യൂളിനെയാണ്. ഇഫ് ഐ എം റെഫറിങ് വാട്ടർ, ഐ എം റെഫറിങ് H2O മോളിക്യൂൾ. അപ്പൊ ഞാൻ ഏത് മാറ്ററിനെ കൊണ്ട് പറഞ്ഞാലും ഞാൻ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ആ പറയുന്ന മോളിക്യൂൾസിനെയാണ്. മാറ്റർ എന്ന് പറയുന്നത് മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ വേണമെങ്കിൽ എനിക്ക് മാറ്ററിനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം, അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസുകളെ ബേസ് ചെയ്ത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം അതാണ്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ മാറ്റർ ബേസ്ഡ് ഓൺ ദി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്? ഹൗ ക്യാൻ വി ക്ലാസിഫൈ മാറ്റർ ബേസ്ഡ് ഓൺ ദി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. All matter is made up of molecules, or molecules are defining the property of a matter. Molecules are defining the property of a matter. Next subject ediko classification of matter based on molecules. So matter can be classified into
can be classified into two types. One is pure substance. One is pure substance. And second one is mixture. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ദ്രവ്യത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ഇംഗ്ലീഷിലാണെങ്കിൽ മാറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. വൺ ഈസ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിക്സ്ചേഴ്സ്. എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? സിനിമ കാണാറുണ്ടെന്ന് കേട്ടെ എല്ലാവരും. എനിക്കും സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. അപ്പൊ കുറച്ചു കാലം മുമ്പ് വരെ മോഹൻലാലിന്റെ കുറെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ടി വികളിൽ. മോഹൻലാല് ഒരു പരസ്യത്തിൽ വന്ന് പറയാണ് ശുദ്ധമായ സ്വർണം എന്ന് പറയാണ്, പരിശുദ്ധമായ സ്വർണം എന്ന് പറയാണ്. വേറൊരു പരസ്യത്തിൽ വന്നു പറഞ്ഞു പരിശുദ്ധമായ വെളിച്ചെണ്ണ. ഇങ്ങനെ ആള് പരിശുദ്ധമായി എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആസ് എ കെമിസ്ട്രി ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്, അത് ശുദ്ധമായ സബ്സ്റ്റൻസ് ആണോ? നോ, ദേ ഓൾ ആർ മിക്സ്ചേഴ്സ്. അപ്പൊ എന്താ ശുദ്ധമായ സാധനം എന്ന് പറഞ്ഞാൽ, ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ടൈപ്പ് മോളിക്യൂൾ കൊണ്ട് മാത്രമാണ് എങ്കിൽ we'll call it as pure substance. So what I can say, pure substance are made up of only one type of molecules. Pure substance are made up of only one type of molecule. Pure substance are made up of only one type of molecule. ഇനി ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന ശുദ്ധമായ സ്വർണ്ണം ആയിക്കോട്ടെ, പരിശുദ്ധമായ സ്വർണ്ണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു വാക്കുകൂടെ പറയാറുണ്ട്, 916 പ്യൂരിറ്റി എന്ന് വെച്ചാൽ 91.6%, 91.6% ഗോൾഡും ബാക്കി 8.4% കോപ്പർ ആയിരിക്കാം അതില്. അപ്പൊ അതിൽ രണ്ട് തരം മോളിക്യൂളുകൾ ഉണ്ട്, സ്വർണ്ണവും ഉണ്ട്, കോപ്പറും ഉണ്ട്. We can call it as mixture. So what I can say, mixture is made up of more than one type of molecule. Mixture എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലധികം ടൈപ്പ് മോളിക്യൂളുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എളുപ്പമായി. മാറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. വൺ ഈസ് പ്യുവർ സബ്സ്റ്റൻസ് മേഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ. മിനറൽ വാട്ടർ, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ? നല്ല ശുദ്ധമായ വെള്ളമാണോ? അല്ല, അതിൽ വാട്ടറും ഉണ്ട്, കുറച്ച് മിനറൽസും ഉണ്ട്. അവർ പറയുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഒന്നിലധികം മോളിക്യൂൾസുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധമായ വെളിച്ചെണ്ണ, അതിൽ ഇൻഗ്രീഡിയൻസിൽ കുറെ സാധനങ്ങൾ കാണാനുണ്ട്. ഒരു സബ്സ്റ്റൻസ് മാത്രമല്ല, ഒരു മോളിക്യൂൾ മാത്രമല്ല. അതെന്തല്ല? പ്യുവർ സബ്സ്റ്റൻസ് അല്ല. അപ്പൊ ഏതാ പ്യുവർ സബ്സ്റ്റൻസ് പറയാം? എൻ്റെ അടുത്ത് പ്യുവർ ഓക്സിജൻ, അതിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പ്യുവർ H2SO4 അല്ലെങ്കിൽ പ്യുവർ NaCl എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്ത് വിളിക്കുള്ളൂ? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുള്ളൂ. ഈ പ്യുവർ സബ്സ്റ്റൻസുകളെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് എലമെന്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് compounds. One is elements, one is element and second one is compounds. One is element and second one is compounds. എന്താ ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും എന്ന് വെച്ചാൽ, ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ടൈപ്പ് ആറ്റം കൊണ്ട് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? എലമെന്റ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ എലമെന്റ് ആണ്, കാരണം ആ മോളിക്യൂൾ ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, സോഡിയം ഒരു എലമെന്റ് ആണ്, ക്ലോറിൻ ഒരു എലമെന്റ് ആണ്. കാരണം ഇതിലൊക്കെ എന്തേ ഉള്ളൂ? ഒരൊറ്റ ടൈപ്പ് ആറ്റം മാത്രമേ ഉള്ളൂ. If a molecule is made up of only one type of atom, then it can be called as elements. എന്താ കോമ്പൗണ്ട്? ഒരു മോളിക്യൂളിൽ ഒന്നിലധികം ടൈപ്പ് ആറ്റങ്ങൾ. ഇപ്പോൾ H2O കോമ്പൗണ്ട് ആണ്, H2O കോമ്പൗണ്ട് ആണ്. പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? കോമ്പൗണ്ട് ആണ്.
NaCl അതെന്താണ്? കോമ്പൗണ്ട് ആണ്. H2SO4 അതെന്താണ്? കോമ്പൗണ്ട് ആണ്. ഇഫ് എ മോളിക്യൂൾ ഈസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം, ഒരെണ്ണം എന്നല്ല പറഞ്ഞത്, ഒരു തരം ആറ്റത്തിൽ കൂടുതൽ, രണ്ട് തരം ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? കോമ്പൗണ്ട് എന്ന് വിളിക്കും. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സർ ഓസോൺ എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? നിങ്ങൾ പറഞ്ഞേ, ഓസോൺ ഇതിനെവിടെ പ്ലേസ് ചെയ്യും? എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ ഡെഫിനിഷൻസിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ നമ്മൾ നോക്കുക, എലമെന്റിന്റെ ഡെഫിനിഷൻ എന്താ? എലമെന്റ്സ് ആർ ദ മോളിക്യൂൾസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഓസോണിൽ 3 ഓക്സിജൻ ആറ്റം, 3ഉം ഒരേ ടൈപ്പാണ്. എലമെന്റ് അല്ലടാ മക്കളെ. യെസ്. പക്ഷെ എലമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇവിടെ ഓക്സിജനും കാണുന്നു, പിന്നെ ആരെയും കാണുന്നു? ഓസോണിനെയും കാണുന്നു. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനൊക്കെ പീരിയോഡിക് ടേബിളിൽ പേര് കാണാം, പീരിയോഡിക് ടേബിളിൽ ഓസോണിനെ കാണുന്നില്ല. ഇതെന്താ കാര്യം? ഇതിന് വേറൊരു പേരുണ്ട്. These two are known as allotropes. ഒരു എലമെന്റ് വ്യത്യസ്ത ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് പറയുന്ന പേരാണ് അലോട്രോപ്സ്. ആ ഫിനോമിനന് പറയുന്ന പേരാണ് അലോട്രോപ്പിസം. ഉദാഹരണം, ഞാൻ 1 കിലോ കാർബൺ എടുത്ത് നിങ്ങൾക്ക് തരികയാണ്, തരട്ടെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരാള് എന്താണ്? ഒരാൾ എ എന്ന് പറയുന്ന ആൾ, രാമു എന്ന് പറയുന്ന ആളുണ്ട്. രാമു എന്ന് പറയുന്ന ആൾക്ക് ഞാൻ 1 കിലോ കാർബൺ കരിക്കട്ടയുടെ രൂപത്തിലാണ് കൊടുക്കുന്നത്. അതും കാർബൺ തന്നെയാണ്. പാവം, അവന് കിട്ടുക മാക്സിമം അത് വിറ്റാൽ 5 രൂപയാണ്. ഞാൻ ബി എന്ന് പറയുന്ന ഒരാളുണ്ട്, അവന് ഞാൻ ഇതേ 1 കിലോ കാർബൺ ആറ്റം കൊടുക്കുന്നത് ഗ്രാഫൈറ്റിന്റെ ഫോമിലാണെങ്കിൽ, ഗ്രാഫൈറ്റും കാർബൺ ആണ്. അവൻ അത് കിട്ടി, ആ സന്തോഷത്തോടെ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 500 രൂപ കിട്ടും. ഇനി സി എന്ന് പറയുന്ന ആൾക്ക് ഇതേ കാർബൺ 1 കിലോ കാർബൺ ആറ്റങ്ങൾ ഒരു വ്യത്യാസവും ഇല്ല, പക്ഷെ ഞാൻ കൊടുക്കുന്നത് ഡയമണ്ട് ആയിട്ടാണ് എങ്കിൽ അവൻ അത് വിറ്റാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ ഞാൻ 3 ആൾക്ക് കൊടുത്തത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റ, അതിൽ സംശയമൊന്നുമില്ല, പക്ഷേ വ്യത്യസ്ത ഫോമുകളിലായിട്ടാണ്. ചാർക്കോളായി, ഗ്രാഫൈറ്റായി, ഡയമണ്ടായി. And I can say these are the allotropes of carbon. Carbon is existing in different forms. That phenomenon is known as allotropism. And these different forms are known as allotropes. And these different forms are known as allotropes. So I can say dioxygen and ozone are the allotropes of oxygen. Dioxygen and ozone are the allotropes of oxygen. And you know what are compounds? അല്ലേ? കോമ്പൗണ്ട്സ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്കിത് നോട്ട് എഴുതണം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചോ. Matter is classified into 2 based on the number of types of molecules present in it. Matter is classified into 2 based on the number of types of molecules present in it. First one, pure substance. First one, pure substance. Bracket let it go. Made up of only one type of molecules. Made up of only one type of molecule. എന്ന് വെച്ചാൽ ഒരൊറ്റ തരം മോളിക്യൂളുകൾ കൊണ്ട് ഉണ്ടാക്കിയത്. രണ്ടാമത്തത് മിക്സ്ചേഴ്സ്. ബ്രാക്കറ്റിൽ എഴുതിക്കോ. Made up of more than one type of molecules. Made up of more than one type of molecules. ഇനി അടുത്ത വഴിയായിട്ട് എഴുതിക്കോ. Pure substance are classified into 2. Pure substance are classified into 2. എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? Based on the number of types of atoms present in it. Based on the number of types of atoms present in it. First one, elements. Elements. Elements are the molecules. Elements are the molecules. നോട്ട് എഴുതാനാട്ടോ ഈ പറയുന്നത്, നോട്ട് എഴുതി വെക്കണം. Elements are the molecules which are made up of
which are made up of only one type of atoms. Only one type of atoms. Example, oxygen, hydrogen, sodium, chlorine. അവസാനം ആര് എഴുതിക്കോ? ഓസോൺ എഴുതിക്കോ. Made up of only one type of atoms. Example എഴുതി വെക്കുക. ഇതിന്റെ താഴെ നോട്ടായിട്ട് എഴുതിക്കോ. നോട്ട്. Different forms of an element. Different forms of an element are called as allotropes. And the phenomenon is called as allotropism. Example, oxygen and ozone, O2 and O3 are the allotropes of oxygen. Charcoal, graphite and diamond. Charcoal, graphite and diamond are the allotropes of oxygen. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് തീർന്നു എലമെന്റിന്റെ. അടുത്ത ആരെ പറ്റി ഏതാനുണ്ട്? കോമ്പൗണ്ടിനെ കൊണ്ട് ഏതാനുണ്ട്. The molecules which are made up of more than one type of atoms are called as compounds. Example, H2O, CO2, NaCl. ഇത്രയും മോളിക്യൂളെ കൊണ്ട് പറഞ്ഞോട്ടില്ലേ? ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, നോട്ടിൽ എഴുതാനൊന്നുമില്ല. വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിസിറ്റി ഓഫ് എ മോളിക്യൂൾ? ഒരു മോളിക്യൂളിൽ അടങ്ങിയ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമിസിറ്റി. ഓക്സിജൻ O2 ആണ്. അതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 2 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓസോൺ O3 ആണ്. അതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 3 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. H2SO4 ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചോദിച്ചു. H2SO4 ഒരു മോളിക്യൂൾ ആണ്. എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 2, 1, 3, 4, 7 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അറ്റോമിസിറ്റി ഈസ് 7. So atomicity is the number of atoms present in a molecule. എന്റെ ചോദ്യം, ഒരൊറ്റ ആറ്റമുള്ള മോളിക്യൂൾ ഉണ്ടോ? ഉണ്ട്. അറ്റോമിസിറ്റി ഒന്നായ മോളിക്യൂളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാ മെറ്റൽസുകളും, സോഡിയം ഒന്നാണ് അറ്റോമിസിറ്റി, അലൂമിനിയം ഒന്നാണ്, അയൺ ഒന്നാണ്, ഗോൾഡ് ഒരൊറ്റ ആറ്റമേ. ഇനി അറ്റോമിസിറ്റി ഒന്നായ ഗ്യാസുകളുണ്ടോ? ഉണ്ട്. എല്ലാ നോബിൾ ഗ്യാസുകളുടെയും അറ്റോമിസിറ്റി, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, ഇതൊക്കെ അറ്റോമിസിറ്റി എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ ഒരു ടേം ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. ഏത് ടേമാണ്? അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. അപ്പൊ മക്കളെ, ഇന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. എല്ലാ സബ്സ്റ്റൻസുകളും എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മോളിക്യൂൾസിനെ കൊണ്ടാണ്. ഒരു മാറ്ററിന്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത് അതിലുള്ള മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂളുടെ എണ്ണം അനുസരിച്ച് മാറ്ററിനെ 2ആയി ഡിഫൈൻ ചെയ്യാം. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ്, അടുത്തത് മിക്സ്ചേഴ്സ്, ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ആ പ്യുവർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യാം? എലമെന്റ്സും കോമ്പൗണ്ട്സും ആക്കി തിരിക്കാം. ആ എലമെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ വേറൊരു പേര് പഠിച്ചു. എന്താണ്? അലോട്രോപ്സ്. ഒരു കൂടെ പഠിച്ചു. എന്താണ്? അറ്റോമിസിറ്റി. ഇത്രയൊക്കെ അല്ലേ? ശരി. ഇനി മിക്സ്ചേഴ്സുകളെ എന്ത് ചെയ്യാം? 2ആയി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ്, ഞാൻ ഇതിന്റെ എക്സ്റ്റൻഷൻ അടുത്ത പേജിലേക്ക് വരക്കാം. എലമെന്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്, അല്ലെ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ആരെയാ ഉള്ളത്? മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സുകളെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഹോമോജീനസ് മിക്സ്ചേഴ്സ് ആൻഡ് അനദർ വൺ ഈസ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ്. One is homogeneous mixtures and another one is heterogeneous mixtures. ചില മിശ്രിതങ്ങൾ കണ്ടാൽ നമുക്കതിൽ 2 ആളുണ്ടെന്ന് മനസ്സിലാവുകയില്ല. ഉദാഹരണത്തിന്, ഞാൻ പാലെടുത്താൽ മക്കളെ അതില് വെള്ളം അടങ്ങിയിട്ടുണ്ട്.
പ്രോട്ടീൻസുകൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് തരം മോളിക്യൂളുകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാല് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നു, ഇതൊരൊറ്റ സാധനം മാത്രമാണ്, ഇതിന്റെ പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ മാറ്റർ എന്താണ്, സെയിം ആണ് എന്ന് തോന്നും. പക്ഷെ പാല് ഹോമോജീനിയസ് അല്ല. അല്ലെങ്കിൽ ഞാൻ പഞ്ചസാര വെള്ളം എടുത്തു, പഞ്ചസാര വെള്ളം എടുത്താൽ നല്ലോണം കലക്കി കഴിഞ്ഞാൽ, ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പഞ്ചസാര എവിടെ, വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ സ്റ്റീൽ എടുത്തു, അതിൽ കാർബണും ഉണ്ട് അയണും ഉണ്ട്, പക്ഷെ സ്റ്റീൽ എന്ന് പറയുന്ന മോളിക്യൂൾ ഇല്ല, രണ്ട് മോളിക്യൂളുകൾ അതിൽ മിക്സ് ചെയ്തിരിക്കുക, പക്ഷെ എനിക്ക് അതിന്റെ വ്യത്യാസം എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല. ത്രൂ ഔട്ട് ദ മാറ്റർ പ്രോപ്പർട്ടീസ് എന്താണ്, ഒരേപോലെയാണ്. അങ്ങനെ ത്രൂ ഔട്ട് ദ മാറ്റർ പ്രോപ്പർട്ടീസ് ഒരേപോലെ ഉള്ളതിനെ എന്ത് വിളിക്കും, ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി പഞ്ചസാര വെള്ളവും സ്റ്റീലിന്റെ ഒക്കെ ഗുണം, ഇത് എത്ര സമയം കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ ഉണ്ടാവും, ഇതെന്താവില്ല, സെപ്പറേറ്റ് ആവില്ല. ഇനി പ്രോപ്പർട്ടീസുകൾ മാറി വ്യത്യാസമുള്ളത്, ഞാൻ എന്ത് ചെയ്തു, തക്കാളിയും ഉള്ളിയും മിക്സ് ചെയ്തു, രണ്ടും കണ്ടാൽ നമുക്കറിയാം രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി പോട്ടെ, ചെളിവെള്ളം എടുത്തു, ചെളിവെള്ളം നമ്മളൊരു കുളത്തിലേക്കൊക്കെ താഴോട്ട് പോവുകയാണെങ്കിൽ അടിയിലോട്ട് പോകുമ്പോൾ ചെളിവെള്ളത്തിന് ഇന്റൻസിറ്റി കൂടും, മോൾ ഇന്റൻസിറ്റി എന്താണ്, കുറവാണ്. അല്ലെങ്കിൽ ചെളിവെള്ളം നിങ്ങൾക്കറിയാം കുറെ കഴിഞ്ഞാൽ സെറ്റിൽ ആവും, ക്ലിയർ വാട്ടർ ആവും. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാല്, അതും കുറച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി മാറുന്നുണ്ട്, പാലിൽ നിന്ന് പാട പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടികൾ മാറുന്നുണ്ട് എങ്കിൽ ഒന്നുമില്ല, മാറ്ററിനെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ പ്രോപ്പർട്ടി മാറുന്നുണ്ട്, സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി മാറുന്നുണ്ട് എങ്കിൽ അതിനെന്ത് വിളിക്കും, ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് നമുക്ക് +2 വരുന്ന പാഠഭാഗമാണ്. നമുക്ക് ഇതിനേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇന്ന് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഏതിനെ പറ്റിയാണ്, പ്യുവർ സബ്സ്റ്റൻസുകളെ കൊണ്ടാണ്. ഇസ് ദാറ്റ് ഓക്കെ, ക്ലിയർ? സോ ഇന്നത്തെ ഡെഫിനിഷൻസുകൾ നമുക്ക് ഇത്രയേ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഇനി ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു ഡിവിഷന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. വീട്ടിൽ പോയി നോക്കിയോ? നമുക്ക് നല്ല അടിപൊളി മക്കളാവണ്ടേ, അതിനെന്ത് ചെയ്യണം, പഠിപ്പിക്കുന്ന സാധനമൊക്കെ കൃത്യമായി പഠിക്കണം. കുറെ പേരൊക്കെ പഠിച്ചു, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നിങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചോ. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, 55 ഹരിക്കണം 9, 55 ഡിവൈഡഡ് ബൈ 9. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയാണെങ്കിൽ ആദ്യം 5 എഴുതി, ഇനി 5ഉം 5ഉം എത്ര എഴുതി, 10 എഴുതി. ഇതെവിടെ എങ്ങനെ പ്ലേസ് ആവും, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനങ്ങളെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പെർഫെക്റ്റ് ആക്കി പഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ഇതേ ഉദാഹരണം തന്നെ എടുക്കുന്നു. 56 ആയിക്കോട്ടെ, ഡിവൈഡഡ് ബൈ 9. ആദ്യം 5 കിട്ടി, പ്രശ്നമൊന്നുമില്ല. അടുത്ത സംഖ്യ ആഡ് ചെയ്തു, 5 + 6 11. അപ്പൊ എനിക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 9ഓ 9ന്റെ മുകളിലോ ആണ് എങ്കിൽ ശരിക്കും ആഡ് ചെയ്ത് കിട്ടുന്നത് റിമൈൻഡർ ആണ്, ശിഷ്ടമാണ്. അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 ആവാൻ പാടില്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9ൽ കൂടുതലാവാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഹരണഫലത്തിലൂടെ റിസൾട്ടിലൂടെ ഒന്ന് ആഡ് ചെയ്ത് ശിഷ്ടത കുറക്കണം. അപ്പോൾ 5 മാറും 11. എനിക്കിത് പറ്റില്ല. ഈ 11ൽ നിന്ന് ഒരു 9 ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഒരു 9 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ 5 എന്തായി മാറും, 5 എന്തായി മാറും, പറയ്. 5 1 എടുക്കുമ്പോൾ എന്തായി, 6 മാറും. അപ്പോൾ ഈ 5 മാറ്റി ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, 6 ആക്കണം. ആദ്യം ഇത് 5 ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ 5 6 ആയത്, നമ്മുടെ രണ്ടും കൂടി കൂട്ടിയ സാധനം 9ഓ 9ൽ കൂടുതലോ ആയതുകൊണ്ട്. അപ്പോൾ ഒരു 9 ഇങ്ങോട്ട് എടുത്തില്ലേ, അപ്പോൾ 11ൽ 9 പോയാൽ പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. ഇനി 2ന്റെ കൂടെ കൂട്ടാൻ ഇവിടെ അടുത്ത സംഖ്യയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ 2 അങ്ങോളം എന്ത് ചെയ്യണം, പോണം. 2 2 2 2. ഇവിടെ 2 അക്കമുണ്ട്. അപ്പൊ ഉത്തരത്തിൽ എത്ര ഡിജിറ്റ് പാടുള്ളൂ, ഒരു ഡിജിറ്റേ പാടുള്ളൂ. സോ ദ ആൻസർ വിൽ ബി 6.222222 ആയി. റെഡി? അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കണേ. നോക്കട്ടെ. ഐ എം ആസ്കിങ് യു 28 ഡിവൈഡഡ് ബൈ 9. അപ്പൊ നിങ്ങൾ എന്താ എഴുതി, ആദ്യം 2 എഴുതി, 2ഉം 8ഉം 10 പറ്റൂല. അപ്പൊ ഈ 2ന് പകരം ഞാനിവിടെ എന്ത് എഴുതി, 3 എഴുതി. 1 ഇങ്ങോട്ട് വന്നു. ഈ 10 എന്തായി മാറി, 1 ആയി മാറി.
ഈ ഒന്നിന്റെ കൂടെ കൂട്ടാൻ വേറെ സംഖ്യയില്ല. 1 1 1 1 ആയി. സോ ദ ആൻസർ വിൽ ബി 3.11111. 646.2 ഡിവൈഡഡ് ബൈ 9 ചെയ്യുന്ന വെച്ചോ. ആദ്യം ഞാൻ 6 എഴുതി. 6 + 4 10 പറ്റൂല. അപ്പൊ ഞാൻ ഇതിനെന്താക്കി 7 ആക്കി. ഈ 10നെ എത്ര ആക്കി മാറ്റണം? 1 ആക്കണം. 9 ഇങ്ങോട്ട് എടുത്തല്ലോ. 1ന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്യണം. അപ്പൊ എത്രയായി? 7 ആയി. 7ന്റെ കൂടെ ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും എത്രയായി? 9 ആയി. 9 ആവാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9 ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ 7 എന്തായി? 8 ആയി. ഇവിടെ എന്തായി? 0 ആയി. ഇനി ആഡ് ചെയ്യാൻ സംഖ്യകളില്ല. 0 0 0 0 വന്നു. ഇവിടെ 3 ഡിജിറ്റുകൾ ഉണ്ട്. ആൻസറത്തിൽ എത്രയേ പാടുള്ളൂ? 2 ഡിജിറ്റേ പാടുള്ളൂ. സോ യുവർ ആൻസർ മസ്റ്റ് ബി 71.8. 2452 ഡിവൈഡഡ് ബൈ 9. ഞാൻ 2 എഴുതി. 2 + 4 6 എഴുതി. 6 + 5 11 ആണ്. പറ്റില്ല. അപ്പൊ ഈ 6നെ എന്താക്കി മാറ്റണം? 7 ആക്കി മാറ്റണം. ഇതിനെ 2 ആക്കി. 2 + 2 4. ഇനി ആഡ് ചെയ്യാനില്ല. 4 4 4 4 ആയി. ഇവിടെ 4 ഡിജിറ്റുകൾ ഉണ്ട്. ഇവിടെ 3 പാടുള്ളൂ. സോ യുവർ ആൻസർ വിൽ ബി 272.4444. എന്തൊരു എളുപ്പമാണ്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഈ സാധനം കൂടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പഠിച്ച ഡെഫിനിഷൻസ് എന്താക്കുക? ക്ലിയർ ആക്കുക. ഐ തിങ്ക് ഇന്ന് ഇത്രയൊക്കെ മതി. ഒരുപാട് കെമിസ്ട്രി നിങ്ങൾ കേട്ട് തലപോകേണ്ട. സോ ദിസ് ഈസ് മീ JD സൈനിങ് ഓഫ്. താങ്ക് യു.